വൈകുന്നേരം ചായക്ക് എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് സേമിയ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു സേമിയ കൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ആ ഒരു സേമിയ അതിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. പിന്നെ അത് ഓൾറെഡി വറുത്തൊരു പാക്കറ്റ് സേമിയ കൂടി ഉണ്ടായിരുന്നു, അതും കൂടി അതിലിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കത് മാറ്റി വെക്കാം. പിന്നെ ആ സെയിം പാനിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും നമ്മുടെ ആ ഒരു സേമിയയായിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് നല്ലൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ സേമിയ നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ശേഷം ഒരു പാത്രത്തിൽ അതുപോലെ നെയ്യ് തടവിയിട്ട് ആ ഒരു സേമിയ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം അത് നന്നായിട്ട് ഉറച്ച് വരും. അപ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ.